മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരക്കാരായ ആളുകൾ ഈ കൽബിൽ ഇങ്ങനെ വൈരാഗ്യവും വിദ്വേഷവും വെച്ച് ഹൃദയത്തിൽ ഇങ്ങനെ വലിയ കളങ്കവുമായിട്ട് നടക്കുന്ന ആളുകൾ, എന്റെ ഉമ്മമാരെ, നമ്മൾ പലരും അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ ഹൃദയത്തിൽ ഒരുപാട് മ്ലേച്ഛതകളുള്ളവരാണ്. റജബും ശഅബാനും ലിതത്ഹീരിൽ ഖൽബി വലിതത്ഹീരിൽ ബദൻ, ശരീരം മുഴുവൻ അല്ലാഹുവിനോട് ചെയ്ത തിന്മകളെ, അല്ലാഹുവിനോട് ചെയ്ത പാപങ്ങളെ, അപരാധങ്ങളെ, അരുതായ്മകളെ അല്ലാഹുവിനോട് തൗബ ചെയ്ത് ശരീരത്തിന്റെ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയുകയും ഹൃദയത്തിന്റെ കളങ്കങ്ങളെ നമ്മൾ മായ്ച്ചു കളയുകയും ചെയ്യേണ്ട മാസമാണ്. അതുകൊണ്ടാണ് അത്തരക്കാരായ ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പോലും അല്ലാഹു ബറക്കത്തെടുത്തു കളയുമെന്നാണ്. യൗമ അറഫയുടെ ദിവസം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഈ സദസ്സിൽ നിന്ന് ഒരു മനുഷ്യൻ എണീറ്റ് പോകണം. എന്തിനാ എണീറ്റ് പോകേണ്ടത്? ആ മനുഷ്യൻ ഇവിടെ ഇരുന്നാൽ കാത്തിറഹിമായ കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരു മനുഷ്യൻ ഈ സദസ്സിലുണ്ട്. അയാൾ ഇവിടെ നിന്ന് എണീറ്റ് പോകാതെ ഞാൻ ഈ സദസ്സിൽ ഒരു കാര്യവും ചെയ്യൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോഴാണ് സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ എണീറ്റ് പോകുന്നുണ്ട്. ഒരുപാട് സമയം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോ ഹബീബായ തങ്ങൾ ആ മനുഷ്യനെ അടുത്തേക്ക് പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ ആ വിഷയം പറഞ്ഞപ്പോ ഒരാൾ പോലും ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എന്തേ നീ എഴുന്നേറ്റ് പോകാൻ കാരണം? ആ സ്വഹാബി വര്യൻ പറയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മാന്റെ സഹോദരിയുമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ വണക്കത്തിലായിരുന്നു. അങ്ങ് ആ വിഷയം പറഞ്ഞപ്പോ അതെന്നെ കുറിച്ചാണോ എന്ന് ഞാൻ ഓർത്തുപോയി നബിയേ. അതുകൊണ്ട് ഞാൻ കാരണം അങ്ങയുടെ സാന്നിധ്യം ഈ സദസ്സിന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത്. തിരിച്ചു പോയിട്ട് അവരോടുള്ള എല്ലാ പിണക്കങ്ങളും പറഞ്ഞ് എല്ലാ പ്രയാസങ്ങളും പറഞ്ഞു തീർത്ത് പൊരുത്തം വാങ്ങിയിട്ടാണ് ഞാൻ വന്നത് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബിയുടെ തോളത്ത് തട്ടിയിട്ട് ഖദ് അഹ്സൻത, ഇപ്പോ ചെയ്ത ഈ പണിയില്ലേ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അത് തിരുത്താൻ കാണിച്ച മനസ്സില്ലേ ഉമ്മമാരെ? നമ്മളിങ്ങനെ ചോരനീരാക്കി അധ്വാനിക്കുന്നില്ലേ? നമ്മൾ പാതിരാവിലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര പ്രയാസകരമാണ് രാവിലെ എഴുന്നേൽക്കാൻ, എന്തൊരു പ്രയാസമുണ്ട്. ഈ തണുപ്പിന്റെ ശക്തിയിൽ നമ്മൾ രാവിലെ സുബഹിക്ക് വേണ്ടി തഹജ്ജുദിന് വേണ്ടി എണീക്കുന്നില്ലേ, നിസ്കരിക്കുന്നില്ലേ? ഈ നിസ്കാരമൊക്കെ ഒന്നുമല്ലാതെ വേദാവിനായി പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഞാൻ പറയുകയാണ്, എന്തിനാണ് ഞാൻ ഇത്ര ഗൗരവത്തോടു കൂടി വിഷയം പറയുന്നത് എന്നറിയോ? അത് തന്നെയാണ് ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞത്, ആ തെറ്റ് ബോധ്യപ്പെട്ടപ്പോ നീ തിരുത്തിയില്ലേ, അത് വളരെ ഉഷാറായിട്ടുണ്ട് മോനെ. നിന്നോട് വെറുപ്പുണ്ടായതിന്റെ പേരിലല്ല, നിന്നോട് ഞാൻ